ഈശംഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനമാണ് ഈ വർഷം ലോഗോസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ആകെ 6 അധ്യായങ്ങളാണുള്ളത്. വിശുദ്ധ പൗലോസ് ലീഹ AD 58 60 ഇടയ്ക്ക് റോമിൽ വെച്ചാണ് എഫെസോസുകാർക്കുള്ള ലേഖനം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. സ്ലീഹ തൻ്റെ 2ാമത്തെയും 3ാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ 3 വർഷക്കാലം എഫെസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ലേഖനത്തിലെ ശൈലികളും പദങ്ങളും പരിഗണിച്ച് വിശുദ്ധ പൗലോസ് ലീഹയല്ല ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. പകരം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വാദമുഖങ്ങളും നന്നായി അറിയാവുന്ന ഒരു ശിഷ്യനാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് എന്ന് സഭാ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും വിശുദ്ധ പൗലോസ് ലീഹയുടെ ലേഖനം പോലെ തന്നെ കരുതി നാം ഈ ലേഖനത്തെ വ്യാഖ്യാനിക്കുന്നു. സ്ലീഹ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോഴാണ് ഈ ലേഖനം രചിച്ചിട്ടുള്ളത് എന്ന് ഈ ലേഖനത്തിൽ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എഫെസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏഷ്യയിലെ സഭകൾക്കെല്ലാം കൂടി വേണ്ടിയാണ് എന്ന് സഭാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ ലേഖനം എഴുതുവാൻ ഉദ്ദേശിപ്പിക്കുന്ന സമൂഹത്തിൽ യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും തമ്മിൽ വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഈ ലേഖനത്തിലെ ആദ്യ ഭാഗങ്ങളിലെ മുഖ്യ വിഷയം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതീയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യമാണ്. രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും രക്ഷയിൽ നിന്നും അകന്നു ജീവിച്ചിരുന്ന വിജാതീയരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സാർവത്രിക പരിത്രാണ പദ്ധതിയെക്കുറിച്ച് ഈ ലേഖനം പറയുന്നു. വിജാതീയരും യഹൂദരും തമ്മിലുള്ള ശത്രുതയുടെ മതിൽ ക്രിസ്തു തൻ്റെ മരണം കൊണ്ട് തകർത്തു കളയുകയും ഇരു കൂട്ടരെയും ഒരു ജനമാക്കി തീർക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും വിജാതീയരെ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ക്ഷണിക്കുവാനാണ് വിശുദ്ധ പൗലോസ് ലീഹ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ പൗലോസ് ലീഹ വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിജാതീയർ ആചാരങ്ങളും അവരുടെ രീതികളുമെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്ന്. കൂടാതെ ദൈവത്തിൻ്റെ ആയുധങ്ങളെല്ലാം ധരിച്ച് പിശാചിനും അവൻ്റെ അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസ് ലീഹ ഈ ലേഖനത്തിലെ അവസാന അധ്യായങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്, ഏതൊക്കെ ശീർഷകങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായം, ഇതിൽ ആകെ 23 വാക്യങ്ങളാണുള്ളത്. ഇതിൽ 2 ശീർഷകങ്ങളുണ്ട്. ഒന്ന് അഭിവാദനങ്ങൾ. ഇതിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2ാമത്തെ ശീർഷകം ക്രിസ്തു മഹോന്നതൻ. ഇതിൽ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2-ാം അധ്യായം, ഇതിൽ ആകെ 22 വാക്യങ്ങളാണുള്ളത്. ഇതിൽ 2 ശീർഷകങ്ങളുണ്ട്. ഒന്ന് രക്ഷ ദൈവിക ദാനം. ഈ ശീർഷകത്തിന് കീഴിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2ാമത്തെ ശീർഷകം എല്ലാവരും ക്രിസ്തുവിലൊന്ന്. ഇതിൽ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു. 3-ാം അധ്യായം, ഇതിൽ ആകെ 21 വാക്യങ്ങളാണുള്ളത്. ഇതിൽ 2 ശീർഷകങ്ങളുണ്ട്. 1-ാമത്തെ ശീർഷകം വിജാതീയരുടെ അപ്പസ്തോലൻ. ഇതിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2ാമത്തെ ശീർഷകം ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇതിൽ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു. 4-ാം അധ്യായം, ഇതിലാകെ 32 വാക്യങ്ങളുണ്ട്, 4 ശീർഷകങ്ങളും. ഇതിൽ ആദ്യത്തെ ശീർഷകം ഐക്യത്തിന് ആഹ്വാനം. ഇതിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2ാമത്തെ ശീർഷകം കൃപാവരങ്ങളുടെ വൈവിധ്യം. ഇതിൽ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 3ാമത്തെ ശീർഷകം ക്രിസ്തുവിൽ നവജീവിതം. ഇതിൽ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 4ാമത്തെ ശീർഷകം വർജിക്കേണ്ട തിന്മകൾ. ഇതിൽ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 5-ാം അധ്യായം, ഇതിൽ ആകെ 33 വാക്യങ്ങളാണുള്ളത്, 2 ശീർഷകങ്ങളും. ആദ്യത്തെ ശീർഷകം ദൈവത്തെ അനുകരിക്കുക. ഇതിൽ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2ാമത്തെ ശീർഷകം ഭാര്യ ഭർത്താക്കന്മാർ. ഇതിൽ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 6-ാം അധ്യായം, ഇതിലാകെ 24 വാക്യങ്ങളാണുള്ളത്. 1 മക്കളും മാതാപിതാക്കന്മാരും. ഇതിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 2ാമത്തെ ശീർഷകം ഭൃത്യന്മാരും യജമാനന്മാരും. ഇതിൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 3ാമത്തെ ശീർഷകം ആത്മീയ സമരം. ഇതിൽ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 4ാമത്തെ ശീർഷകം നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഇതിൽ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. 5ാമത്തെ ശീർഷകം ഉപസംഹാരം ആശംസ. ഇതിൽ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകത്തിലേക്ക് കടക്കാം, അഭിവാദനങ്ങൾ.
വിഗ്രഹാരാധനകളും രഹസ്യമതങ്ങളും നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു എഫേസോസ്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഏകസത്യ ദൈവത്തിൻ്റെയും അവിടുത്തെ മിശിഹായുടെയും അധികാരത്തെക്കുറിച്ച് ഈ ലേഖനം എടുത്തു പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ ആകെ 23 വാക്യങ്ങളും 2 ശീർഷകങ്ങളുമാണുള്ളത്. ഇവിടെ വിശുദ്ധ പൗലോസ് ലീഹ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എന്നാണ്. ഇങ്ങനെ ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് എഫേസോസുകാരെ ആശംസിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലീഹ അവരോട് സംസാരിക്കുന്നത്. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. പിതാവായ ദൈവം സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാരോട് പറയുന്നു. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവർ നമ്മെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഈ അധ്യായത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ലക്ഷ്യവും ഹിതവും എന്തെന്ന് മുൻകൂട്ടി തീരുമാനിച്ച കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യേശു ക്രിസ്തു വഴി അവിടുത്തെ പുത്രരായി നാം ദത്തെടുക്കപ്പെടണം എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതവും ലക്ഷ്യവും. അത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിലേക്ക് ചൊരിഞ്ഞ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുന്ന് നമുക്ക് നൽകിയ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് പാപമോചനവും അവൻ്റെ രക്തം വഴിയായി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിലേക്ക് സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ദൈവം തൻ്റെ അഭീഷ്ടം ക്രിസ്തുവിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ വ്യക്തമാക്കി തന്ന തൻ്റെ അഭീഷ്ടമനുസരിച്ച് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യവും നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നു. അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. അത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നാം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ഈ അവകാശത്തിൻ്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. ഇനി നമുക്ക് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യങ്ങൾ ഏവയെന്ന് നമുക്ക് നോക്കാം. ദൈവ തിരുമനസ്സിനാൽ താൻ ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ലീഹ എഫെസോസ് 1:1 പറയുന്നത്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ. രണ്ടാമത്തെ ചോദ്യം: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫെസോസിലുള്ള ആർക്കാണ് പൗലോസ് ലീഹ എഴുതുന്നത്? ഉത്തരം: വിശുദ്ധർക്ക്. മൂന്നാമത്തെ ചോദ്യം: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എവിടെയുള്ള വിശുദ്ധർക്കാണ് വിശുദ്ധ പൗലോസ് ലീഹ എഴുതുന്നത്? ഉത്തരം: എഫെസോസിൽ. നാലാമത്തെ ചോദ്യം: പിതാവായ ദൈവം എന്തെല്ലാം കൊണ്ടാണ് ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് എന്നാണ് എഫെസോസ് 1:3 പറയുന്നത്? ഉത്തരം: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. അടുത്ത ചോദ്യം: തൻ്റെ മുൻപാകെ എപ്രകാരമായിരിക്കാനാണ് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം: സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. അടുത്ത ചോദ്യം: പിതാവായ ദൈവം നമ്മെ എപ്പോഴാണ് ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം: ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. എഫെസോസ് 1-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം: 2. 1 അഭിവാദനങ്ങൾ, 2 ക്രിസ്തു മഹോന്നതൻ. എട്ടാമത്തെ ചോദ്യം: എഫെസോസുകാർക്കുള്ള ലേഖനം രചിക്കപ്പെട്ട കാലഘട്ടം ഏത്? എവിടെ വെച്ച് ലേഖനം രചിക്കപ്പെട്ടു? ഉത്തരം: AD 58-നും 60-നും ഇടയ്ക്ക് റോമിൽ വെച്ച് ലേഖനം രചിക്കപ്പെട്ടു. അടുത്ത ചോദ്യം: പിതാവായ ദൈവം തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് എന്താണ് മുൻകൂട്ടി തീരുമാനിച്ചത്? ഉത്തരം: യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. അടുത്ത ചോദ്യം: യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന എന്താണ് ക്രിസ്തു തൻ്റെ മരണം മൂലം തകർത്തത്? ഉത്തരം: ശത്രുതയുടെ മതിൽ. അടുത്ത ചോദ്യം: അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നത് എന്താണ്? ഉത്തരം: പാപമോചനം. അടുത്ത ചോദ്യം: ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് കൈവന്നിരിക്കുന്നത് എന്താണ്? ഉത്തരം: രക്ഷ. അടുത്ത ചോദ്യം: ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം
എന്തിനൊക്കെ വേണ്ടി ജീവിക്കണമെന്നാണ് എഫെസോസ് 1:12 പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. അടുത്ത ചോദ്യം: ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് എന്താണ് എന്നാണ് എഫെസോസ് 1:9 പറയുന്നത്? ഉത്തരം: തൻ്റെ പദ്ധതിയുടെ രഹസ്യം. അടുത്ത ചോദ്യം: രക്ഷയുടെ സദ്വാർത്ത എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: സത്യത്തിൻ്റെ വചനം. അടുത്ത ചോദ്യം: സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത എഫെസോസുകാർ എന്തിനാലാണ് മുദ്രിതരായിരിക്കുന്നത്? ഉത്തരം: വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. അടുത്ത ചോദ്യം: എന്തിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെയുള്ള അവകാശത്തിൻ്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്? ഉത്തരം: അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം. ഇനി നമുക്ക് അടുത്ത ശീർഷകത്തിലേക്ക് കടക്കാം. ക്രിസ്തു മഹോന്നതൻ. കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിങ്ങളെ അനുസ്മരിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും വിരമിച്ചിട്ടില്ല എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നു. എഫെസോസുകാർക്കുള്ള ലേഖനം 1:17 ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എഫെസോസ് 1:17. എന്തിനെല്ലാം വേണ്ടിയാണ് പിതാവായ ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് എഫെസോസുകാരോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 1. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയുന്നതിനും. 2. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് പിതാവായ ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറയുന്നതായി ശ്ലീഹ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് വഴിയായി പിതാവായ ദൈവത്തിൽ നിന്നും വിശ്വാസികളായി നമ്മിലേക്ക് ചൊരിയുന്ന ദൈവത്തിൻ്റെ അപരിമയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നു. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ ഒപ്പം ഇരുത്തുകയും ചെയ്തപ്പോഴും ദൈവത്തിൻ്റെ ഈ ശക്തിയാണ് പ്രകടമായത്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി പിതാവായ ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കി. ഇവിടെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ 5 കാര്യങ്ങൾക്ക് മേൽ ഉപവിഷ്ടനാക്കി എന്ന് പറയുന്നു. എഫെസോസ് 1:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെ പറയുന്നു: അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാത്തിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. ഇനി നമുക്ക് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യങ്ങൾ ഏവയെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: എഫെസോസ് 1 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 23. അടുത്ത ചോദ്യം: എന്തിനെയെല്ലാം കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് എഫെസോസ് 1:15 പറയുന്നത്? ഉത്തരം: കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും അടുത്തത് എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ. അടുത്ത ചോദ്യം: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. അടുത്ത ചോദ്യം: ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയുന്നതിനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്നതിനും അവിടുന്ന് എന്ത് ചെയ്യട്ടെ എന്നാണ് ശ്ലീഹ 1:18 പറയുന്നത്? ഉത്തരം: അവിടുന്ന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അടുത്ത ചോദ്യം: എഫെസോസ് 1 രണ്ടാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം: ക്രിസ്തു മഹോന്നതൻ. അടുത്ത ചോദ്യം: പിതാവായ ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട്
എന്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്. അടുത്ത ചോദ്യം, എന്തിനനുസൃതമായാണ് വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ എന്ന് ശ്ലീഹ 1:19 പറയുന്നത്? ഉത്തരം, പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി. അടുത്ത ചോദ്യം, ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കുന്നത് വഴി വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കുന്നത് എന്താണ് എന്നാണ് 1 അധ്യായം 18-19 പറയുന്നത്? ഉത്തരം, ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി. അടുത്ത ചോദ്യം, എന്തിനെല്ലാം ഉപരിയായി ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കി എന്നാണ് എഫെസോസ് 1:21 പറയുന്നത്? ഉത്തരം, എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി. അടുത്ത ചോദ്യം, അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവനെ ഉപവിഷ്ടനാക്കി എന്ന് പറയുന്നവയിൽ നാലാമത് പറയുന്ന കാര്യം എന്താണ്? ഉത്തരം, എല്ലാ പ്രഭുത്വങ്ങൾക്കും ഉപരിയായി. അടുത്ത ചോദ്യം, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. ആരെ? ഉത്തരം, ക്രിസ്തുവിനെ. അടുത്ത ചോദ്യം, സഭ ആരുടെ ശരീരമാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ. അടുത്ത ചോദ്യം, നമ്മുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് പറയുന്നത് എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ്? ഉത്തരം, 2 കാര്യങ്ങൾക്ക് വേണ്ടി. 1, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയുന്നതിനും. 2, വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്നതിനും വേണ്ടി. അടുത്ത ചോദ്യം, സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ഡേഷും ആണ്. ഉത്തരം, അവൻ്റെ പൂർണ്ണതയുമാണ്. അടുത്ത ചോദ്യം, എഫെസോസ് 1:16 പ്രകാരം നിങ്ങളെ പ്രതി ദൈവത്തിനെ ഡാഷ് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? ഉത്തരം, കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. അടുത്ത ചോദ്യം, അവിടുന്ന് എല്ലാത്തിനും മുകളിൽ ക്രിസ്തുവിനെ ആരായിട്ടാണ് നിയമിച്ചത്? ഉത്തരം, സഭയ്ക്കു തലവനായി. അടുത്ത ചോദ്യം, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണത എന്താണ്? ഉത്തരം, സഭ. അടുത്ത ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം, എഫെസോസ് 1:17.